മലപ്പുറം കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് തലകീഴായി മറിഞ്ഞാണ് അപകടമുണ്ടായത്. അതിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 20 പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിലെ ഡിവൈഡറിൽ തട്ടി ബസ് മറിയുകയായിരുന്നു. അമിതമായ വേഗത ബസ്സിനുണ്ടായിക്കണേ. നേരെ വന്നിട്ട് ഇവിടെ ഡിവൈഡർ ഇതിന്റെ മുകളിൽ തട്ടിയിട്ട് മറിയുക ചെയ്തിട്ടുള്ളത്. കാരണം ഈ പ്രദേശം 1/2 കിലോമീറ്റർ ദൂരം സ്ഥിരമായിട്ടൊരു അപകട ഏരിയയാണ്. 3 മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ അപകടം ഇപ്പോൾ ഏകദേശം 10ഓളം അപകടം ഇവിടെ നടന്നു കഴിഞ്ഞു. ഒന്ന് നല്ല മഴ ഉണ്ടായിരുന്നു, 2 അമിതമായ വേഗത, പിന്നെ ഈ പറഞ്ഞ ടേണിങ്. ഈ ടേണിങ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ എൻട്രി പോയിന്റാണ്. എൻട്രി പോയിന്റിൽ വേണ്ട പോലെ സിഗ്നലിലെ കാര്യങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഇറക്കമാണ്, എൻട്രി പോയിന്റാണ്, വേണ്ട പോലെ സിഗ്നൽ സ്ഥാപിച്ചിട്ടില്ല. ഇതൊക്കെ പരിഹരിച്ച് ഒരു പരിധി വരെ തടയാൻ പറ്റും. നമ്മളിത് NHന്റെ അധികൃതരുടെ ഇടയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം വന്നിട്ടില്ല. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, സ്ഥിരമായ ഒരു അപകട മേഖലയാണ്. വീണ്ടും മറ്റൊരു വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത് എന്ന ബസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതിൽ ഒരു മരണം. പരിക്കേറ്റവരെങ്ങനെയുണ്ട്? പല ആശുപത്രികളിലാണല്ലോ. 3 പേർക്ക് ഗുരുതര പരിക്കുണ്ടെന്ന് അറിയുന്നു. ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പരിക്കേറ്റവരുടെ വിവരങ്ങളിലേക്ക് വരാം. ഒരു മരണം സ്ഥിരീകരിച്ചു. പിന്നാലെ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതിൽ നിന്ന് തന്നെ ലഭിച്ച വിവരമായിരുന്നു. പിന്നാലെ അവർ ആശുപത്രിയിലേക്ക്, കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഈ പരിക്ക് ഗുരുതരമായവരെ മാറ്റിയിട്ടുള്ളത്. അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് അനിവാര്യമായിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ആശുപത്രി അധികൃതരിൽ നിന്നൊരു വിശദീകരണമായി ലഭിക്കും എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അറിയേണ്ടത്. അവർക്ക് അനിവാര്യമായ ചികിത്സ നൽകി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ ബാക്കി 20 പേരുടെ എല്ലാവരുടെയും നില തൃപ്തികരമാണ്. ചെറിയ പരിക്കുകൾ മാത്രമാണ്. സാരമായ പരിക്കുകൾ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഇനി അപകടത്തിലേക്ക് വരുമ്പോൾ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് ദേശീയപാതയാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ 3 വരി പാത അവിടെ എത്തുമ്പോൾ, ആ മേഖലയിൽ എത്തുമ്പോൾ റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്. അത് 2 വരി പാതയായി ചുരുങ്ങുന്ന ഒരു മേഖല കൂടിയാണ്. സമീപത്തായി തന്നെ നിരവധിയായ അപകടങ്ങൾ നടക്കുന്നു. ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് മറിയുന്നത്. ഒരു ഞായറാഴ്ച ദിവസം പിന്നാലെയാണ് ഇന്നൊരു ഞായറാഴ്ച മറ്റൊരു അപകടം ഉണ്ടാകുന്നത്. അത് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. അമിത വേഗത ബസ്സിനുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഒപ്പം തന്നെ മഴയുണ്ടായിരുന്നു. എന്നാൽ തന്നെ ഒരുപക്ഷെ ആ മേഖലയിൽ എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പ്രയോഗിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം ആ വഴിയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അവിടെ വെച്ചാണ് ബസ് നിയന്ത്രണം വിടുന്നതും മറിയുന്നതും ഡിവൈഡറിൽ ഇടിക്കുന്നതും. തല കീഴായി ബസ് മറിഞ്ഞതാണ് ഈ കാറിന് മുകളിലേക്ക് പതിക്കുന്നത്. ബസ്സിന്റെ ദൃശ്യങ്ങൾ തന്നെ അത് അപകടത്തിന്റെ മുഴുവൻ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. നടുഭാഗമായി വിളരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടുത്തെ രക്ഷാപ്രവർത്തനമായിരുന്നു. മിനിറ്റുകൾക്കകം തന്നെ നാട്ടുകാരുടെ, അവിടെ എത്തിയ യാത്രക്കാരുടെ ഒക്കെ ഇടപെടലിൽ രക്ഷാപ്രവർത്തനം ഏകോപിച്ചുകൊണ്ട് അഗ്നിരക്ഷാ സേനയും പോലീസും എത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തിയതിനാൽ തന്നെ ഉടൻ തന്നെ എടപ്പാളിലെ കുറ്റിപ്പുറത്തെ ആശുപത്രികളിലേക്കും ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം ഈ ഗതാഗതം പുനഃസ്ഥാപിക്കലായിരുന്നു. സ്വാഭാവികമായും അവിടെ വലിയൊരു ഗതാഗത കുരുക്ക് ഈ ദേശീയപാതയിൽ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഈ ക്രെയിൻ എത്തി ഈ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഈ ബസ് പൂർണ്ണമായും താഴേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് സർവീസ് റോഡില്ല. അപ്പോൾ റോഡിന് താഴ്ഭാഗത്തേക്കായി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ്. റോഡിന്റെ താഴ്ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. നിയന്ത്രണ വിധേയമായിട്ടുണ്ട് സ്ഥിതിഗതികൾ എന്നുള്ളതാണ്. ഇനി വരുന്ന ചോദ്യം, എന്താണ് ഈ അപകടത്തിന് വഴിവെച്ചുന്ന അല്ലെങ്കിൽ പതിവായി അപകടം ഉണ്ടാകുന്ന ഒരു കാരണത്തിൽ ഒരു വീഴ്ചയുണ്ടോ? അവിടെ അങ്ങനെയാണ്. അപ്പോൾ നാട്ടുകാരുൾപ്പെടെ അവിടെ പറയുന്നുണ്ടായിരുന്നു സ്ഥിരമായി അപകടം നടക്കുന്നതാണ്. പല കാര്യങ്ങളും ഈ അപകടത്തെ സംബന്ധിച്ച്, അവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അധികൃതർക്ക് മുന്നിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഒരു പരിഹാരമായില്ല. വീണ്ടും ഒരു അപകടത്തിലേക്ക് വരുമ്പോൾ അവർക്കും അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഈ അപകടവുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരു കാര്യങ്ങളും ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ മരണപ്പാച്ചിൽ തന്നെയാണ് പ്രശ്നം. പിന്നെ ഹൈവേന്റെ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഹൈവേ KNRCL ഇതുവരെ നാട്ടുകാരുടെ പ്രക്ഷോഭത്തിനും പ്രതികരണങ്ങൾക്കും ചെവി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ വർക്ക് കഴിഞ്ഞതിന് ശേഷം KNRCL തിരിഞ്ഞു നോക്കണില്ല. ഇനിയിപ്പോ ഈ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഹൈവേക്ക് വണ്ടികൾ കയറാം, U-ടേൺ അടിച്ചിട്ടാണ്. ഈ U-ടേൺ അടിച്ച് കയറുമ്പോൾ ഇത്രയും ഈ ഇറക്കാണ്. ഈ ഇറക്കത്തിൽ ഇത്രയും സ്പീഡിൽ വരുന്ന വണ്ടികൾക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇനിയും അപകടങ്ങൾ ഉണ്ടാവും. അത് ഇപ്പൊ തന്നെ തടഞ്ഞേ പറ്റുള്ളൂ. അയാളുടെ നിയന്ത്രണം വിട്ട് ആ ഭാഗത്താണ് ആദ്യം അടിക്കുന്നത്. രണ്ടാമത് അവിടെ നിന്ന് പിന്നെ തെറ്റിയിട്ട് ഈ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് വന്ന് ഈ ഡിവൈഡറിൽ തട്ടി വണ്ടി മറിയുമ്പോൾ ചെയ്സടക്കം വേറിട്ടാണ് മറിയുന്നത്. സ്ഥിരമായ അപകട മേഖല. ഇതൊരു ഞങ്ങളെ കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് ഒരു പുതുമയല്ല. കാരണം ആവശ്യപ്പെട്ട് നിരവധി തവണ ഇത് KNRCയെയും അതുപോലെ ഹൈവേ അതോറിറ്റിയെയും ദേശീയപാത അതോറിറ്റിയും ഒക്കെ ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. ഇവിടെ അപകട മേഖലയാണ്, ഇതിനെന്തെങ്കിലും മാർഗം കാണുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ ഇവിടെ കുറ്റിപ്പുറത്തുണ്ട് എന്ന് പല തവണ ഞങ്ങൾ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്.
അന്നൊന്നും ഇവരിത് ശ്രദ്ധിച്ചില്ല. ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണേ. നിരന്തരമായി അപകടം നടന്നുകൊണ്ട് മരണവും സംഭവിച്ചിട്ടും അധികാരികൾ ഇത് ആ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നത് ഞങ്ങൾ ഈ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. അരുൺ അമർനാഥ് തുടരുന്നുണ്ട്. അരുൺ, ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ആ ബസിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം. നാട്ടുകാരെല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ശരിയാണ്. ഈ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അമിത വേഗതയായിരിക്കാം, ആ സമയത്ത് മഴയുണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾ നിരത്താമെങ്കിലും സ്ഥിരമായ ഒരു അപകട മേഖലയാണ് എന്നുള്ളത് ഒന്ന്, പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രണ്ട്, അങ്ങനെ അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. പരിശോധിക്കപ്പെടേണ്ട, ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും, കാരണം ഇതിനു മുമ്പും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബസ് മറിഞ്ഞ സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ അപകടം ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഒന്നാമത്തെ ചോദ്യം. കൃത്യമായ ഇൻഡിക്കേഷൻ ബോർഡുകൾ അവിടെ ഇല്ല. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുമ്പോൾ അതിനൊരു ക്രമീകരണം വരുത്തുക എന്ന് മാത്രമാണ് സാധ്യമാകുന്നത്. പക്ഷെ അതുപോലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നേരത്തെ MLA ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ആ സംവിധാനങ്ങൾ, ഒരുപക്ഷെ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ വേഗത നിയന്ത്രിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഉയർന്ന ചോദ്യം. അതില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ തുടരുന്ന അപകടങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ഈ ബസ് ഇങ്ങനെ നിയന്ത്രണം വിട്ട് മറിയാനുണ്ടായ പ്രധാന കാരണം അമിത വേഗത തന്നെയാണ്. അമിത വേഗത അവിടെ എത്തുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിന് കാരണം അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ വഴിയുടെ ആ ഒരു പ്രദേശത്തെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ആ ഒരു വളവും റെയിൽവേ മേൽപ്പാലവും ഉള്ള ഒരു സാഹചര്യമുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല. ഒരു ജാഗ്രതാ നിർദ്ദേശം അവിടെ ഇല്ല. ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കരാർ കമ്പനി ഇത്തരത്തിലുള്ള KNRCയിലേക്കൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ നൽകുന്ന ഇത്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ ഈ അധികൃതർക്കോ സർക്കാരിനോ കൈമാറിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട്. സർക്കാരിന്റെ മുന്നിലേക്കും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലേക്ക് എല്ലാവരും മാറ്റിയിട്ടുണ്ട്. അവര് നില തൃപ്തികരമാണ്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. ഗതാഗതം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇനി പൂജ ചോദിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെ അപകടത്തെ നിയന്ത്രിക്കാം എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് ഉടനടി തന്നെ അധികൃതർ അടിയന്തര പ്രാധാന്യം നൽകി തന്നെ എത്തേണ്ടതുണ്ട്. വലിയൊരു അപകടം തന്നെയാണ്. ആ ബസ്സിന്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മുടെ മനസാക്ഷിയെ തന്നെ തരത്തിലുള്ളതാണ്. അത്തരത്തിലൊരു ഞെട്ടലുണ്ടാകുന്ന സംഭവം തന്നെയായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും വലിയ രീതിയിലൊരു അത്തരത്തിലുള്ള അപകടം, ഒരു മരണം ഉണ്ടായി, കുറച്ച് പരിക്ക് ഉണ്ട്. അധികം പേരുടെ ആളുകളുടെ പരിക്കുകൾ സാരമുള്ളതല്ല എന്നുൾപ്പെടെയുള്ള ആശ്വാസകരമായ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഈ അപകടം ഒരു സൂചന തന്നെയാണ്. അത് കണ്ട് ഇനി പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും